T47 the bunny turf attack ആയിക്കോ സെറ്റ് ആയിക്കോളും വന്നില്ലേ അറ്റാക്ക് ആയിക്കഴിഞ്ഞിട്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ ടി വിയെ ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. നമ്മുടെ T47 ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. അവരുടെ 3 ഈ ഒരു ഏരിയ ഡൈനാമിക് അടിച്ചിട്ടേ വെളിയിൽ മറ്റേ ഷോർട്ട് ടർഫി വൈ അടിച്ചിട്ട് വെളിയിൽ കാണിക്കും. കൊടുത്തു ടെൻഷനായിരുന്നു. ഇത് സ്റ്റാർട്ട് ആവുന്നതിന്റെ മുന്നേ ആരെങ്കിലും ഫയർ ചെയ്തായിരുന്നോ? അറ്റാക്ക് വരുമ്പോഴേ ഫയർ ചെയ്തു കേട്ടോ. ഇപ്പൊ വരും, അപ്പൊ ഇപ്പൊ വരും അറ്റാക്ക്. ആണോ അറ്റാക്കിന് ഫയർ വന്നു. അറ്റാക്ക് വന്നു. രണ്ട് റൗണ്ട് ഇടാനാണ് പാട്. 2 വർഷം എന്താ ചന്ദ്ര നീ പറയണേ? ഈ 2 റൗണ്ട് ആണ് 2 വർഷം എടുത്തെന്നാ പറയണേ. അതല്ലേ ഇതൊക്കെ സ്ക്രിപ്റ്റുകളല്ലേ, ഇതൊക്കെ ഇത് ചെയ്യണ്ടേ? എടാ നിന്റെ കുട്ടി ഈസി പണിയാണെന്നാണ് വിചാരിച്ചത്. നീ മറ്റേ സുബ്രുവിന് പോയി ഒരു ദിവസം നീ ഡേ സ്പെൻഡ് ചെയ്തതുപോലെ ഇവന്മാരോട് അടിയായി. ഓക്കെ, വണ്ടി ഇവിടുന്ന് വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 3 വണ്ടി വെളിയിലാണ് കളിക്കുന്നത്. 4 വണ്ടി അവന്മാര് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അപ്പൊ ഇവിടെ ഒരു പിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. T47 versus TV. ഇതിലൊരുത്തം പണ്ടൊരു ഹാപ്പി വിഷുവോ ഹാപ്പി ക്രിസ്മസ് എന്തോ ഒന്നും നേർന്നായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? അത് മാത്രമേ അവര് ഓർമ്മയുള്ളൂ അന്ന്. റേഡിയോയിലാവും പിങ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്മസ് എന്തോ ക്രിസ്മസ് ന്യൂ ഇയർ ക്രിസ്മസ് എന്തോ വണ്ടികളും എനിക്കുണ്ട് ഇതുപോലത്തെ. ടിവിയുടെ വണ്ടികൾ റിപ്പയർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. മൂവായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്ന് സൗണ്ട് കുറഞ്ഞു പോയത്. ടിവിയുടെ ബാക്കി വണ്ടികളെ പുള്ളി മൈക്കെല്ലാം കുറച്ച് കളഞ്ഞു കേട്ടോ. ഇന്നലെ നമ്മൾ പറഞ്ഞതോടുകൂടി ഉള്ള സൗണ്ടും വലിച്ചു കുറച്ച് കളഞ്ഞ്. ഫുൾ സൗണ്ടാ. നല്ല ചേസി, നല്ലൊരു സ്പ്രേ. പക്ഷേ ബുള്ളറ്റ് ട്രേസ് ഇവിടെ വരെ എത്താക്കൊണ്ട് അവർക്ക് അടിയൊന്നും കിട്ടിയില്ല. ബട്ട് ഈ ഒരു വണ്ടി ദാമുപ്പിയുടെ ഒരു വണ്ടി ടാഗ് കൊടുക്കാൻ പറ്റിയ ഒരു പ്രശ്നമാണ്. ടയർ നിനക്ക് സർപ്രൈസ് ആയത് നീ ഞാൻ വല്ല പറഞ്ഞാ കൂടി പോയി. അപ്പോൾ ടിവിയുടെ ബാക്കിയുള്ള വണ്ടികൾ ഇതുവഴി തന്നെ കടന്നു പോവുകയാണ്. നിന്നെ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ അല്ല. പിന്നെ ഈ ഒരു സോണിലോട്ട് അവരുടെ വണ്ടികൾ സ്പോട്ട് ചെയ്ത് എത്തിയിരിക്കുകയാണ്. ദാമു പിപിയുടെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. ദാമു പിപി ആ വണ്ടി പിറ്റേത് കളയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ദാമു പിപി ആ വഴി വണ്ടി ഓടിച്ച് അത് വഴി അങ്ങ് പോയി. ഇവിടെ 3 വണ്ടികളാണ് ആ ഒരു ഏരിയയിലുള്ളത്. എങ്ങോട്ട് വരും? ഈ ഒരു സോൺ പ്രഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോൺ എങ്ങോട്ട് പോകും? എടാ ഫൈനൽ സർക്കിൾ എവിടെ ആയിരിക്കും? പറയടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു എല്ലാം കാണാം. ചന്ദ്രന്റെ അല്ലേ കണ്ണാപ്പി ബിൽഡിംഗ് ആണ് അവിടെ. ഇതിങ്ങനെ വ്യൂ വെച്ചാലോ നമുക്ക് സൗണ്ട് ലോ ആണ് ഗൈസ്, കേൾക്കുന്നില്ലേ? ഹലോ യെസ്, കറന്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും സ്കൗട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. T47 വണ്ടികൾ അസൻസിയോ ആൻഡ് റഷ്യൻ ഓവൻ ആ പ്ലേ ഗ്രൗണ്ടിന്റെ ആ ഒരു എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ സ്പ്രേ ചെയ്ത് അവരെ അവിടുന്ന് നീക്കിയിട്ടുണ്ട്. ദാമു പിപ്പിന്റെ വണ്ടി പിറ്റ് ചെയ്ത് കളിക്കുകയാണ്. ബാക്കി T47 പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോഡക്സ് ഇവാനി ഇവിടെ ഉണ്ട്. അവരുടെ ബാക്കിയുള്ള നോർമൽ പൊസിഷൻസ് തന്നെ. ഈ ഒരു 3 ബിൽഡിംഗ് ആണ് T47 നോർമലി ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു 3 ബിൽഡിംഗ് തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് കറന്റ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള്. ടിവിയുടെ വണ്ടികളെല്ലാം കറന്റ് കണ്ണാപ്പി കളിക്കുന്നുണ്ടോ? ഞാൻ ഇറക്കില്ല ജോഗി, ഇറക്കത്തില്ല ഇവനെ. മുദ്ര കുത്തി കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഫയർ ചെയ്യാൻ പോകാൻ തോന്നുന്നു. അതൊരു ഡാമേജ് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ വണ്ടിക്ക് നല്ലൊരു ടാഗ് കിട്ടുന്നു തോന്നുന്നു. ഇല്ല ടാഗ് എനിക്ക് ഹെൽപ്പ് മാറുന്ന കാണിക്കാതെ അടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ലടാ. പ്ലേസിന്റെ ഹെൽപ്പ് മാറുന്ന കാണിക്കും. വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ടോ? ദാമുവിന്റെ കാണിക്കുന്നുണ്ടല്ലോ.
വണ്ടി ചിലരുത് കാണിക്കത്തില്ല വണ്ടിയിലിരിക്കുമ്പോ. ആണോ? ഓ ദാമു നല്ലപോലെ പിറ്റ് ചെയ്ത് വണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് മോബി ഡെസ്ട്രോടെ. അവിടെ നല്ലൊരു സ്പ്രേ തന്നെ വരുന്നുണ്ട്. അസൻസിയോ ആൻഡ് റഷ്യനോവൻ അവിടെ നല്ലൊരു ടാഗ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അറ്റാക്കിംഗ് ആണോ നമ്മള്? ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറന്റ്ലി T47ന്റെ 2 പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പ്ലേയേഴ്സ്. അവരെ കവർ ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സുകളൊന്നും ഈ ഒരു ഏരിയയിൽ വേറെ എങ്ങും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ വണ്ടി ഇടിച്ച് കളഞ്ഞിവിടെ. ഓഹോ നൈസ്, നല്ലൊരു മീറ്റിംഗ് ഫ്രം ദാബു PP. T47ന്റെ അല്ല ടിവിയുടെ ഒരു വണ്ടി അവർ ഇടിച്ച് വെളി താഴെ കളഞ്ഞിട്ടുണ്ട്. അസൻസിയോ 2ാമത്തെ വണ്ടി ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇറ്റാച്ചി ആൻഡ് ജുഗ്രുവിന്റെ വണ്ടി കളഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വണ്ടി മോബി ആൻഡ് ഡെസ്ട്രോ നടക്കുന്ന വണ്ടി കളയാനുള്ള മോബി ആൻഡ് ഡെസ്ട്രോയുടെ വണ്ടിയുടെ ടയറ് മൊത്തത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്നാവേജ് ടൈപ്പിന് വണ്ടി തിരിച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആ വണ്ടിയെ അവർ പിടിച്ച് കളയാനുള്ളൊരു പ്രവൃത്തി അധികമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി 6 മിനിറ്റിലാണ് നമ്മുടെ എങ്ങോട്ടാണ് എന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ടിവിയുടെ അവിടുത്തെ ഒരു വണ്ടി വരുന്നുണ്ട് സോണിലോട്ട്. യെസ്, ടിവിയുടെ ഒരു വണ്ടി ഇവിടെ വന്ന് ഓക്കെ നല്ലൊരു സ്പ്രേ, നല്ലൊരു സ്പ്രേ, നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട് അസൻസിയോയ്ക്ക്. ബട്ട് അവിടെ ആ ഒരു പിക്ക് അവർക്ക് ക്യാപ്റ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ലിറ്ററാണ് അസൻസിയോയ്ക്ക് അവിടെ കിട്ടിയത്. അവർ അവിടുന്ന് ആ ഒരു വണ്ടി എടുത്ത് മൂവ് ഔട്ട് ആയിട്ടുണ്ട്. നല്ലൊരു പ്ലേ ആയിരുന്നു. അവിടുന്ന് ടീമിയുടെ 4 പ്ലേയേഴ്സാണ് കയറി വന്ന് അവരെ സ്പ്രേ ചെയ്തത്. മാഡിക്കിൻഡി, വില്ലു, ലെക്സ് ആൻഡ് ഏബിൾ ജോസഫാണ് ആ ഒരു പ്ലേ കാഴ്ച വെച്ചത്. നല്ല അടിപൊളി അമേസിംഗ് പ്ലേ തന്നെ ആയിരുന്നു അത്. നോക്കുകയാണെങ്കിൽ T47ന്റെ ബാക്കി വണ്ടികളെല്ലാം അവിടുന്ന് ഫോൾ ബാക്ക് ആയിട്ടുണ്ട്. വേറെ പുതിയ പിറ്റിങ്ങുകളൊന്നും നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നില്ല. ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റ് ആവണമെങ്കിൽ നെക്സ്റ്റ് ഒരു സോൺ തന്നെ വരണമെന്ന് തോന്നുന്നു. കാരണം അവിടെ ആ പ്ലേയേഴ്സിന്റെ ഒരു ഇൻഫോ ഉള്ളത് കൊണ്ട് T47 അങ്ങോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. 3 പേര് 5 പേര് അവിടെ മേളിൽ തന്നെ ചന്ദ്രൻ ബിൽഡിങ്ങില് 1 2. ഓക്കെ, T47ന്റെ വണ്ടികളെല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടി റിപ്പയർ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ടാഗ് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിൽ നല്ലൊരു ഈ ഒരു ഏരിയ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ടിവിയെ ഈ ഒരു ഏരിയ മൊത്തം കറന്റ് ടിവിയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൽ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബട്ട് അവിടെ വരെ ടാഗ് എത്തുമോയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 ബിൽഡിംഗ് ആണ് അവരെപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ആ ബിൽഡിംഗ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് വണ്ടിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ടിവിയുടെ പ്ലേയേഴ്സ് കറന്റ് സോണിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു സോൺ പ്രഡിക്ഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൺ ഷിഫ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് ട്രാക്ക്, മെയിൻ ടർഫ്, അതായത് ഈ ഒരു ഏരിയയിലോട്ട് ചുരുങ്ങാനുള്ള പ്രോബബിലിറ്റി വളരെ അധികമാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ പ്ലേ ഗ്രൗണ്ട്, ടാക്സി, അവിടെ താഴോട്ട് പ്ലേ ഗ്രൗണ്ട്, ലെഫ്റ്റ് റൈറ്റ് കോർണർ, ലെഫ്റ്റ് റൈറ്റ് മറ്റേ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, സി ടൈപ്പ് ബിൽഡിംഗ് ഇല്ലേ? സി ടൈപ്പ് ബിൽഡിംഗ്. അത് അതിന്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, പാർക്ക്. രീതിയിലുള്ള സോൺ വരുന്നതാണോ? കൊള്ളാം. അത് നല്ലൊരു ഓപ്പൺ ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ലൊരു ഫൈറ്റ് ആണ്. കറന്റ് എങ്ങനെ കളി പോകും നമുക്ക് അറിയത്തില്ല. നമുക്ക് കണ്ടു പോകുന്നു. നീലാടാ ഇല്ലാത്ത, നീലനല്ല. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നതുകൊണ്ട് നമ്മള് ഇത് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ഇനി മുതൽ 10 മിനിറ്റ്, അതായത് 8 മിനിറ്റ് കഴിയുമ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുമെന്ന് അടുത്ത സ്റ്റോറി ഇടുമല്ലോ അതിനെ കറണ്ട് പോയി കഴിഞ്ഞാൽ. എന്റെ കറണ്ട് പോയി. താഴെ ഇറങ്ങിയിട്ടുണ്ട്. ബോബിയാണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയാണ് കറന്റ് അവര് വെച്ചിരിക്കുന്നത്. സോണ് ഈ ഒരു, അതായത് ടിവി റൊട്ടേഷനിൽ തന്നെ കീപ്പ് ചെയ്യാണ്. ഓ, ആ ഒരു ടാഗ് ഡാമുപ്പിയുടെ വണ്ടിക്ക് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ടയർ പഞ്ചറായി. ഓ, നല്ലൊരു സ്പ്രേ, അത് നല്ലൊരു സ്പ്രേ ആയിരുന്നു. നല്ലൊരു സ്പ്രേ. ടാക്സി ബിൽഡിങ്ങിൽ അവരുടെ പ്ലേയേഴ്സ് വിസ്ഡം ആൻഡ്
അസൻസിയോ കയറിയിട്ടുണ്ട്. അത് നല്ലൊരു സ്പ്രേ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം, നല്ല വെൽ പ്ലേഡ്, നല്ലൊരു ഫൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. TVA വേഴ്സസ് T47. നല്ലൊരു അഗ്രസീവ് പ്ലേ സ്റ്റൈൽ തന്നെയാണ് T47ന്റെ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. സ്നൈപ്പും പോയോ? എന്തൊരു ഗതികേടാടെ ഇത്. വെൽ പ്ലേഡ്. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലടാ. പ്ലേ സ്റ്റൈൽ തന്നെയാണ്. ഇല്ല ചോക്കി, പ്ലെയർ ഡിസ്കണക്ട് ആയെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്യാൻ പറ്റൂല. TVയുടെ സൈഡിൽ അയ്യോ സോൺ വന്ന് നോക്കിട്ടായിരുന്നു. ഞാൻ പറഞ്ഞെടുത്തോണ്ട് കാണിച്ചേ കാണിച്ചു. ഇവിടെ പ്ലേ ഗ്രൗണ്ട് മറ്റേ അവർ നിൽക്കുന്ന അവർ ഹോൾഡ് ചെയ്യുന്ന പിള്ളേർ. ഈ ഒരു സോൺ കറന്റ് T47 നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലാണ് ഈ ഒരു സോൺ വന്നിരിക്കുന്നത്. ഈ സോൺ TV എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവർക്ക് രാവിലെ ഈ പവർ കട്ട് നടത്തിക്കൂടെ? രാവിലെ ഒരു അരമണി. ടിവിയിൽ എല്ലാ പിള്ളേർക്കും ഞാൻ ഇനി മറ്റേ ഇൻവെർട്ടർ, ഞാൻ ഇനി ടിവിയിൽ എല്ലാവർക്കും ജനറേറ്റർ വെച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് ടാഗ്, അവിടെ നിന്ന് ഇങ്ങോട്ടും ടാഗ്, രണ്ട് സൈഡിലും ടാഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവര്. 47 ഇത്രയും വലിയൊരു സോൺ ഉണ്ടായിട്ടും ഈ ഒരു പ്ലേ ഗ്രൗണ്ട് ഏരിയ എല്ലാവരും ഓപ്പൺ ആക്കി വിട്ടിരിക്കുകയാണ്. കറന്റ് ആരും ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ. ഓക്കെ, ഈ ഒരു സോൺ, ഈ ഒരു കോർണറാണ് T47 കറന്റ്. എന്തുവാ അല്ല എന്താണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നില്ല അണ്ണാ. കണ്ണാപ്പി ബിൽഡിംഗ് ഇതാണ്. കണ്ണാപ്പി ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റൂലേ? ഒരാൾക്ക് റിഫ്രഷ് ബഗ് ആയിരുന്നു. ആർക്കായിരുന്നു റിഫ്രഷ് ബഗ്? അതിനോട് ഇറങ്ങി ഇല്ലാത്തതിനായിരുന്നു റിഫ്രഷ് ബഗ്. ഓക്കെ ശരി. എടുത്തിട്ടുണ്ട് അവിടെ. അതേപോലെ തന്നെ കിന്ദീനെ അവരവിടെ പിക്ക് ചെയ്തിരിക്കുകയാണ്. 2 പിക്ക് TVക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്ഡം അസിസ്റ്റ് ഒരു അഗ്രസീവ് പ്ലേ ആണ് നമ്മളവിടെ കണ്ടെന്ന്. നമ്മളത് മിസ്സായി പോയി. നല്ലൊരു പ്ലേ, നല്ലൊരു ഫൈറ്റ്. അവിടെ TVക്ക് 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വില്ലുവിനെയും മാഡിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വെൽ പ്ലേഡ്, അത് നല്ലൊരു അഗ്രസീവ് പ്ലേ തന്നെ ആയിരുന്നു. T47 2 പ്ലേയേഴ്സ് ക്രാഷ് ആയി പോയിട്ട് പോലും അവര് അവിടെ ഒരു നല്ലൊരു അഗ്രസീവ് പ്ലേ തന്നെ കാഴ്ചവെച്ചു. TVA കറന്റ് ഈ ഒരു ഏരിയയിൽ ലോക്കായി. TVക്ക് 2 പ്ലേയേഴ്സ് നഷ്ടമായി. ബാക്കിയുള്ള 10 പ്ലേയേഴ്സ് വെച്ച് എന്താണ് TVക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. T47 നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ വീണ്ടും തിരിച്ച് കിട്ടിയിരിക്കുന്നത്. പ്ലെയർ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ കറന്റ് ഇപ്പോ അവരുടെ മറ്റേ ചന്ദ്രന്റെ ബിൽഡിംഗ് ആണോ? സൂപ്പർ. ഓക്കെ, സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. T47 ഒരു പ്ലെയർ വീണ് ചാവുകയും ഈ സോണിന്റെ അകത്ത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പോണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സോൺ ഷിഫ്റ്റ് കറന്റ്ലി പ്ലേ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവർക്ക് T47 ആണ് കറന്റ്ലി ഫുള്ളി അഡ്വാൻറ്റേജ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ ഏരിയയിലുള്ള ഹൈ ബിൽഡിങ്സ് എല്ലാം അവർ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടർഫിന്റെ ഒരു 70% കൺട്രോൾ ഇപ്പൊ കറന്റ്ലി T47 കയ്യിലാണ്. ഇവിടെ എങ്ങനെ അവര് എന്താ പറ്റിയ ഇവിടെ എന്താ പറ്റിയെന്ന് പറഞ്ഞോളൂ. ഈ വണ്ടി എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നിന്നത്? അതാ ഞാൻ ആലോചിക്കണേ. അത് മുകളിൽ നിന്ന് നല്ല അടി ആ വണ്ടി എങ്ങനെയാ ഓപ്പണിൽ പോയി നിന്നത്? ഈ ഒരു ഏരിയയിലാണ്. എന്താ TV കണ്ടെന്ന് കാണിക്കുന്നത് ബ്രോ? ഒരാള് സോണിനകത്ത് ഒരാളെ ഉള്ളൂ എന്നുള്ളത് കാണിക്കുന്നത്. സോണിനകത്ത് എത്ര പേരുണ്ടെന്നുള്ള കൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത്. T47 9 പ്ലേയേഴ്സ് വണ്ടിയും ഡെസ്ട്രോ ആണ് സോണിൽ. T47 9 പ്ലേയേഴ്സ് ആണ് സോൺ ഇന്നിലുള്ളത്. എല്ലാവർക്കും ഇതൊക്കെ വെള്ളത്തിന്റെ ഷോർട്ടേജ് കൊണ്ടൊക്കെ ആയിരിക്കും. വന്നോ അഗ്രസീവ് പുഷ്. പക്ഷേ അതൊരു മണ്ടൻ കളിയായി പോയി. TV അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു 3 അവർക്ക് പിക്ക് ക്യാപിറ്റലൈസ് വളരെ അവിടെ വണ്ടി കവറാണ് കൊടുത്തത്. പിക്ക് ചെയ്തിട്ടുണ്ട്. TV ഏവിസ് ഡൗൺ ആയിരിക്കുകയാണ്. T47 2 പിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. TVക്ക് നഷ്ടപ്പെട്ട 2 പ്ലേയേഴ്സിന്റെ പിക്ക് അവർ തിരിച്ചെടുത്തിരിക്കുകയാണ്. വിസ്ഡം
ആൻഡ് വേറൊരാളാണ് T47 നഷ്ടപ്പെട്ടിരിക്കുന്നത്. അസെൻസിയോയ്ക്ക് കാലത്തിന്റെ പകരം ഒരു നല്ലൊരു കവർ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോണിനുണ്ട്. എന്തോ നല്ലൊരു അഗ്രസീവ് പ്ലേ ഫ്രം TVA. നല്ല ഒരു അടിപൊളി ഒരു അഗ്രഷനാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത്. T47 അവിടെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവരൊരു നല്ലൊരു മണ്ടൻ കളിയായി പോയി അവിടെ കുത്തിയ പ്ലേയേഴ്സ്. പക്ഷേ അവിടെ 3 പേരിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു, 2 പേര് കാഷ്വലി അവർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഒരു മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പിക്ക് T47 എടുത്തിട്ടുണ്ട്, തിരിച്ച് TV 2 പിക്ക് എടുത്തിട്ടുണ്ട്. മാച്ച് ഇപ്പോൾ ഒരു ഈക്വൽ ലെങ്ത്തിലാണ് പോകുന്നത്. ബട്ട് T47 ഒരു നമ്പർ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കറന്റ് 8 പേര് സോണിലാണ് നമ്മൾ കാണുന്നത്. സോൺ അവരുടെ രണ്ടുപേര് കത്തിപ്പോയത് അവരുടെ വീണ്ടും 3 ഡൗൺ. നമ്മുടെ 3 പേര് ഡൗൺ ആണ്. അവരുടെ 2 പേര് ഡൗൺ ആയിട്ടുള്ളൂ. 2 പേര് വെടിയുണ്ട്. T47 നഷ്ടമായിരിക്കുന്നത്. TVക്ക് 2 പ്ലേയേഴ്സിനെയും നല്ലൊരു അഡ്വാൻറ്റേജ് TVക്ക് ഉണ്ട്. അവർ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് TVക്ക് ഇത് കുറയാത്തത് TV സോണില്ലാത്തോണ്ട് സോണി കയറി 9 പേരായി കഴിഞ്ഞാൽ കുറഞ്ഞു തുടങ്ങും. ഈ കിൽഫീഡ് അവർക്കും കാണാൻ പറ്റത്തില്ലേ? ഇല്ല, വീണിയാവുന്നതൊക്കെ നോ. കൊള്ളാല്ലേ അമ്മമാരെ വന്നിട്ട് കളിക്കും. എന്തൊക്കെ പറഞ്ഞാലും വായ്ത്താളുണ്ടല്ലോ അമ്മമാരെ വന്നിട്ട് കളിക്കും. വായ്ത്താളം അപ്പി മാത്രമല്ല അവന്മാര് കളിക്കും. അപ്പം TVയെ കിൽഫീഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൗണ്ട് അഡ്വാൻറ്റേജ് TVക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അവിടെ ഒരു വണ്ടിയിലോട്ട് TVയുടെ പ്ലേയേഴ്സ് പുഷ് ചെയ്യുകയാണോ? അവിടെ നീലൻ ഇറ്റാച്ചി മാധവൻ ഉണ്ണിനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാധവൻ ഉണ്ണി അവിടുന്ന് വണ്ടി എടുത്ത് ഫോൾ ബാക്ക് ആയിട്ടുണ്ട്. കറന്റ് നമ്പർ അഡ്വാൻറ്റേജ് TVക്കാണ്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ TVക്ക് ഈ ടർഫ് ഈസി ആയിട്ട് പിടിക്കാം ഇൻഫ്ലുവൻസ് ത്രൂ. ബട്ട് എങ്ങനെ മാച്ച് പോകുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. 2 ടീമും നല്ലൊരു അഗ്രഷനാണ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. സാധിക്കുന്നുണ്ട്. ഓക്കെ, T47 ഈ ഒരു ഏരിയയിൽ വിട്ട് കളിക്കുകയില്ല. ഇവിടെ അവരുടെ ടർഫിന്റെ ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടർഫിന്റെ ഏരിയ കറന്റ് 70% ഇപ്പോഴും അല്ല 70 അല്ലേ, ഇപ്പൊ കറന്റ് ഒരു 50-50 എന്നുള്ളൊരു TVയെ ഒരു 50% ടർഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ T47 ഒരു 50% ടർഫ് അവരും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്പർ അഡ്വാൻറ്റേജ് TVക്കാണ് കറന്റ് ഉള്ളത്. അത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് അവർ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. TV പ്ലേയേഴ്സ് സോണിൽ വന്നതുകൊണ്ട് ഇൻഫ്ലുവൻസ് പടപടയെന്ന് പറഞ്ഞ് കുറയുന്നുണ്ട്. T47 തിരിച്ചൊരു ബാലൻസ് ചെയ്യാതെ T47ന്റെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇവയിലെ ഒരാൾ കത്തിപ്പോയിട്ടുണ്ട്. ആരാന്നറിയില്ല. പക്ഷെ ലാസ്റ്റ് സോൺ വരെ നിൽക്കേണ്ടതുണ്ടോ? അപ്പോൾ TVയുടെ ഒരു പ്ലെയർ ക്രാഷായി, T47 ഒരു പ്ലെയർ ക്രാഷായി. കറണ്ട് ഇല്ലാതെ പോയിട്ടുണ്ട്. 2 പേരും ഓരോരോ പ്ലേയേഴ്സ്. 3 ഡൗൺ ആണ്. TV 2 ഡൗൺ ആണ്. അവിടെ TVക്കാണ് അഡ്വാൻറ്റേജ്. ഈ ഇൻഫ്ലുവൻസ് ഇപ്പോൾ കറന്റ് 80% ആയിട്ടുണ്ട്. ഓസ്കാർ ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. ബട്ട് TVക്ക് വലിയ ഡാമേജ് T47ന്റെ 2 പ്ലേയേഴ്സ് ഇപ്പോഴും ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ്. സോൺ ഷിഫ്റ്റ് എത്ര 33-31 ഷിഫ്റ്റ് അല്ലേ? 12 മിനിറ്റ് എന്ന് പറയുമ്പോൾ 22 അല്ലേ? ഞാൻ എന്ന് പറഞ്ഞത് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആകാൻ പോകുന്നത്. കറന്റ് TV അതിനകത്ത് വേറെ രണ്ടാമത് പറഞ്ഞ ഞാനൊന്നുമില്ലേ തല്ലുള്ളി ശാന്തമായി അതൊക്കെ T47 വരെ ഓക്കെ. ബാക്കിയൊന്നും ഇന്നലെ പറഞ്ഞത് T47 എന്തായാലും ചെയ്തേ പറ്റും. യെസ്, കറന്റ് അവര് നമ്മുടെ ഒരാൾ എന്ത് മാറിയത്? ടർഫിന്റെ ഇൻഫ്ലുവൻസ് T47 ഒരു അഗ്രസീവ് പ്ലേ അവർ എടുക്കാത്ത പക്ഷം അല്ലെങ്കിൽ ഈ ഒരു ടർഫിന്റെ ഇൻഫ്ലുവൻസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ 5 സെക്കൻഡിലും 2 ഇൻഫ്ലുവൻസ് വെച്ചാണ് TVക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് കേറ്റാൻ പറഞ്ഞാൽ പോരാടാ, എന്തിനാണ് ഇത് വീണ്ടും കൊടുക്കണ? ഇൻഫ്ലുവൻസ് ഇതാക്കണ്ടേ? T47 സോൺ ഔട്ട് പോയി. ഓക്കെ, യെസ്, ഓരോ 5 സെക്കൻഡിലും 2 ഇൻഫ്ലുവൻസ് ആണ്. വലിയ കളി എന്തോ അടുത്ത സോണിന് വേണ്ടിട്ട് കളിക്കുന്ന ഇറങ്ങി. അടുത്ത സോണല്ലടാ, ഫൈനൽ സോൺ കളി. അടുത്ത സോൺ എങ്ങോട്ട് പോയാലും ഇവർക്ക് അടുത്ത സോൺ മെയിനാ.
അടുത്ത സോൺ കഴിഞ്ഞൊരു സോൺ കൂടെ ഉണ്ടെന്നോ. എന്തായാലും അടുത്ത സോൺ ക്രൂഷ്യലാ. അടുത്ത സോൺ എങ്ങോട്ടായാലും ഓക്കെ T47 അസൻസിയോ ടച്ച് സ്പോട്ട് നല്ലൊരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അസൻസിയോ മേളിൽ കയറി അസൻസിയോക്ക് നല്ലൊരു ടാഗ് അവിടുന്ന് ലോങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. അസൻസിയോ ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡാൻസിങ് ബോബി ഈ ഒരു ഏരിയ ആണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിവിയുടെ പ്ലേയേഴ്സ് ഈ ഒരു ഏരിയ ആണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറന്റ് മെയിൻ ടർഫും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് നമ്മുടെ സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന് തിരിച്ചടിച്ചെടുക്കാനുള്ള ഒരു ഇതോടുള്ള ആ ഒരു സാധനം വരും. അതിനു വേണ്ടിട്ടാ പറഞ്ഞത്. ഇൻഫ്ലുവൻസ് കയറ്റി വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. ബാക്കി എല്ലാവരും ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം T47 അറിയാം അവർക്ക് ഓരോ 5 സെക്കൻഡിലും ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയുള്ള ഓരോ മിനിറ്റുകളും അതായത് ഓരോ മിനിറ്റിലും 24% ഇൻഫ്ലുവൻസ് ആണ് T47 നഷ്ടപ്പെടാൻ പോകുന്നത്. ബട്ട് ഇൻഫ്ലുവൻസ് ഹോൾഡ് ആയിരിക്കുന്നതിന് കാരണം ടിവിയുടെ എല്ലാ പ്ലേയേഴ്സും ഇല്ലാത്തത് കൊണ്ടാണ്. ഏതോ 2 പ്ലേയേഴ്സിലാണ് ഇപ്പോഴും കളിക്കുന്നത്. ആ നമ്പർ അഡ്വാൻറ്റേജ് ശ്രദ്ധിച്ച് കളിക്കാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ T47 പ്ലേയേഴ്സ് സോൺ റൊട്ടേറ്റ് ചെയ്ത് ടിവിയെ വീണ്ടും കൗണ്ട് കൂടുന്നതും ഇൻഫ്ലുവൻസ് കുറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. വീണ്ടും 7 കൗണ്ട് വരുന്നുണ്ട്. കറന്റ് നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിൽ ടിവിയാണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആണ് കളി നിർണ്ണയിക്കാൻ പോകുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റിൽ നമുക്കൊരു കലാശക്കൊട്ട് രൂപയുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എന്ത് തോന്നുന്നു ഡൈനോ, ഈ ഒരു മാച്ച് എങ്ങനെ ഏത് ദിശയിലോട്ട് തിരിയാം? എന്ത് തോന്നുന്നു? ആദ്യത്തെ സോൺ ഷിഫ്റ്റിൽ T47 ആയിരുന്നു ഫുൾ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. ബട്ട് അവർ ആ ഒരു അഡ്വാൻറ്റേജ് അവരുടെ കയ്യിൽ നിന്ന് അവിടെ നല്ലൊരു ബാക്കപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. നല്ലൊരു അഗ്രസീവ് പുഷ് തന്നെ കാണാൻ സാധിച്ചു. നല്ല 2 കിടിലൻ പിക്കാണ് അവർക്ക് T47 തിരിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് ആദ്യം മിസ്സായ ഫൈറ്റിൽ തന്നെ T47 നല്ലൊരു അഗ്രസീവ് പുഷ് കാണിച്ച് ടിവിയുടെ 2 പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൈനോ ഇല്ലെന്ന് തോന്നുന്നല്ലേ? അതാണ് മിണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് T47 അഗ്രസീവ് കളിക്കണം. കാരണം വെച്ചാൽ കൗണ്ട് കൂടുതൽ ടിവിക്കല്ല. ടിവി സേഫ് കളിച്ചാൽ മതി. അഗ്രസീവ് കളിക്കേണ്ട T47. കറന്റ് ഉള്ള മാൻ അഡ്വാൻറ്റേജ് ടിവിക്കാണ്. കറന്റ് ഇൻഫ്ലുവൻസ് ടിവിയെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മേ ബി അവർക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ പ്രഷർ ചെയ്യാൻ പറ്റിയാണ്. കാരണം ഒരു ടീമിന്റെ ഇൻഫ്ലുവൻസ് കുറയുമ്പോഴാണ് ഒരു ടീം ഏറ്റവും കൂടുതൽ പ്രഷർ ആവുന്നത്. കാരണം ഓൾ ഓൺ അല്ലാത്ത പക്ഷം ഒരു പ്ലെയറെങ്കിലും എലയുണ്ട് സോണിനാണ് ഉള്ളതെങ്കിൽ ഓക്കെ T47 നല്ലൊരു അറ്റാക്ക് നമുക്കിപ്പോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം എഡ്ജിലോട്ട് നമ്മുടെ അസൻസിയോ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടിവിക്ക് ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഫൈറ്റ് നമുക്ക് കാണാം. ഓക്കെ ഇവിടുന്ന് T47 നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട് അവർക്ക്. സോൺ വന്നോ? യെസ്, അടുത്തൊരു സോൺ വന്നിരിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കളി ഏത് ദിശയിലോട്ടാണ് പോവാൻ പോകുന്നത്. ഒരു ഓപ്പൺ സോൺ ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ബിൽഡിംഗ് ക്യാമറ ബിൽഡിംഗ് ആണ്. ബട്ട് കറന്റ് T47 ആരും ആ ഒരു ബിൽഡിംഗിൽ തന്നെ ഇല്ല. ഉടനെ തന്നെ അവർക്ക് ആരെങ്കിലും ആ ബിൽഡിംഗ് കയറിയില്ലെങ്കിൽ ആ ഒരു ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് അവർക്ക് നഷ്ടപ്പെടും. ബട്ട് ടിവിക്ക് അവിടെ ഒരു അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യവും ടിവിക്ക് കറന്റ് ഇല്ല. കാരണം ഇപ്പോ കളി ടിവിയുടെ കയ്യിലാണ്. T47 എന്താണ് മാധവനുണ്ട് ടിവി എല്ലാ സൈഡിലും നല്ലൊരു അഗ്രസീവ് മാധവനുണ്ട് ഡൗൺ ഓടിക്കേറി. അത് വലിയൊരു നമ്പർ അഡ്വാൻറ്റേജ് ടിവി അഗ്രസീവ് ആയിട്ടാണ് തന്നെ കളിക്കുന്നത്. അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ടിവി ശ്രമിക്കുന്നില്ലെന്ന് തോന്നുന്നു. ബട്ട് അവരൊരു നല്ലൊരു കിടിൽ പുഷാണ് കണ്ടത്. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു പുഷ്. T47 വീണ്ടും ഒരു പ്ലെയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഖാലിദിന് നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. ഖാലിദ് ഈ ഒരു സൈഡിൽ നിന്നും നല്ലൊരു ബാക്കിൽ നിന്നും ഡെസ്ട്രോ ആൻഡ് മോബി വന്നിട്ടുണ്ട്. മോബി ആൻഡ് ഡെസ്ട്രോ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. T47 അവിടെ സാൻഡ്വിച്ച് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. T47 എന്താണ് T47 ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോബി ആൻഡ് ഡെസ്ട്രോ വണ്ടി പിറ്റ് ചെയ്തു. ഓക്കെ, ആ വണ്ടി എടുത്ത് അസൻസിയോ അവിടെ ചെന്നു. ആ വണ്ടീനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വെൽ പ്ലേഡ്. അത് നല്ലൊരു പ്ലേ ഉണ്ടായിരുന്നു അസൻസിയോയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നല്ലൊരു സെൻസിബിൾ പ്ലേ. ടിവിയുടെ ഒരു വണ്ടി അവിടെ പൊട്ടിയിരിക്കുകയാണ്.
ഒരു വണ്ടി അടിച്ചു ഖാലിദ് നല്ല ടാഗ് കിട്ടുകയാണ് ഖാലിദിന്. ഇതെന്തോ ഇത്? അയ്യോ. അസെൻഷ്യോ കളിക്കുന്നത്. അവൻ അങ്ങനെ സ്കൗട്ട് ചെയ്താ കളിക്കണം. അവൻ നന്നായിട്ട് അത് ചെയ്യും. ഓക്കെ, റഷ്യൻ ഓവൻ, അസെൻസിയോ, ഓസ്കാർ ഖാലിദ്. നല്ലൊരു പുഷ് ഫ്രം ടിവിയെ. വേറൊരു പിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ടിവി ആ ഒരു ആംഗിളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. T47 നല്ലൊരു പ്രതിസന്ധിയിലാണ് ടിവി ആക്കിയിരിക്കുന്നത്. T47 ഒരു പ്ലെയറിനെ കൂടെ അവർക്ക് പിക്ക് ചെയ്യാൻ സാധിച്ചു. ഓ മൈ ഗോഡ്, മോബി ആൻഡ് റെസ്റ്റോ ആ ഒരു ബിൽഡിംഗ് എടുത്ത് മേളിലുള്ള ഡാൻസിംഗ് ബോബിനെ ഫയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസിംഗ് ബോബിക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു. ആ ഒരു കൂടെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. T47 ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ടിവി ഉടനെ തന്നെ നല്ലൊരു പൊസിഷൻ അഡ്വാൻറ്റേജ് ടിവിക്ക് എടുക്കാൻ സാധിച്ചാൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആംഗിൾസ് ആണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്പർ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ടിവിയേക്കാൾ അഡ്വാൻറ്റേജ്. T47 2 പ്ലേയേഴ്സ് ഡൗൺ ആണ്. T47 4 പ്ലേയേഴ്സിനെ നഷ്ടമായിട്ടുണ്ട്. അതേപോലെ തന്നെ ടിവിക്ക് 2 പ്ലേയേഴ്സിനെ നഷ്ടമായിട്ടുള്ളൂ. ഇവർക്ക് ഈ ഒരു മാച്ച് എപ്പോൾ വേണമെങ്കിലും തിരിക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് ടിവിയെ ഈ ഒരു സോണിൽ ഇനി എൻട്രി എടുത്തിട്ടില്ല. 68% ഇൻഫ്ലുവൻസ് T47 ആയിട്ടുണ്ട്. ടിവിയുടെ ഒരു എൻട്രി ഈ ഒരു സോണിലോട്ട് നമുക്ക് ഇനിയും കാണാൻ സാധിച്ചിട്ടില്ല. ടിവിയെ നല്ലൊരു നമ്പർ ആ ഒരു ഏരിയയിലാണ് കളിക്കുന്നത്. സോൺ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് ഇതുവരെ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു സോൺ വന്നിട്ടില്ലടാ. നമുക്ക് ഇതുവരെ നമുക്ക് ഇത്രയും നാള് സോൺ കിട്ടിയിട്ടില്ല. പറയാതിരിക്കാൻ വയ്യ. അവരുടെ വണ്ടികൾ എപ്പോഴും റൊട്ടേഷനിൽ തന്നെയാണ്. ഇപ്പോഴും കറന്റ് കളിക്കാതെ അറിയില്ല. എല്ലാ ടാക്സിയും പിടിച്ച് അതും പിടിച്ചു. നല്ലൊരു സ്പ്രേ, നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് അസെൻസിയോക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ T47 വീണ്ടും. ബട്ട് T47 ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കളിച്ചിട്ട് കാര്യമില്ല. അതാണ് പ്രശ്നം. ഇല്ല, അവര് സോണിൽ കയറി തന്നെ അങ്ങനെ കളിക്കാതിരിക്കും. ടിവി കയറണം. നമ്മൾ എവിടെ അതാണ് വേറൊരു കാര്യം. നമ്മൾ എവിടെ കയറുന്നാലും അടിയാ. പക്ഷെ എവിടെയെങ്കിലും അടിക്കണം. നമ്പർ അഡ്വാൻറ്റേജ് കുറഞ്ഞിട്ടും ടിവിനെ അവര് സോൺ ഇതിലോട്ട് കയറ്റാൻ വിടാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാൻ T47. നല്ലൊരു പ്ലേ തന്നെയാണത്. നല്ലൊരു പ്ലേ നമുക്ക് T47 കാണാൻ സാധിക്കുന്നുണ്ട്. വെൽ പ്ലേഡ്, നല്ല അഗ്രസീവ് പ്ലേ സ്റ്റൈല്. ടിവിയെ ഇൻഫ്ലുവൻസിന് കളിക്കുന്നില്ല. എന്താണോ അവര് അവിടെ കൊണ്ടുവന്ന് നല്ലൊരു അഗ്രഷൻ. അസെൻസിയോ താഴെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ മണ്ടത്തരമായി പോയി. 5 പേർ അടക്കാൻ അസെൻസിയോ അസെൻസിയോനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി സാവേജ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. സാവേജ് താഴെ ഇറങ്ങി. നല്ലൊരു ടാഗാണ് സാവേജിന്റെ. ഈ ഒരു ഏരിയ അഗ്രസീവായിട്ട് തന്നെ പുഷ് ചെയ്ത് അത് എടുത്തിരിക്കുകയാണ്. T47 പ്ലേയേഴ്സ് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് T47 5 പ്ലേയേഴ്സ് ആണ് T47 ബാക്കിയുള്ളത്. നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം ടിവിയെ. വെൽ പ്ലേഡ്. ഖാലിദ് അവിടെ വണ്ടിയായിട്ട് സ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. കറന്റ് ഇല്ല. രണ്ടുപേരില്ലാതെ ജോക്കി നമ്മൾ കളിക്കുന്നത്. ലക്ഷ്യൂ അവനും ഇല്ല. ഓസ്കാർ ജോഡ്വിൻ T47 അങ്ങോട്ടൊരു അഗ്രസീവ് പുഷ് ചെയ്തേ മതിയാവും. ബട്ട് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം 5 പ്ലേയേഴ്സിനെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അറൌണ്ട് 6 പ്ലേയേഴ്സ് പിക്ക് ഓഫ് ആയിരിക്കുന്നുണ്ട് T47. 6 പ്ലേയേഴ്സ് നഷ്ടമായി. ബാക്കിയുള്ള 6 പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു പ്ലെയർ കറണ്ട് ഇല്ലാതെ കത്തിപ്പോയി. മൊത്തത്തിൽ 5 പ്ലേയേഴ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. ടിവിയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ ഇതില്? 2 പേര് ഡൗൺ, ഒരാൾ കത്തിപ്പോയി. രണ്ടുപേര് കത്തിപ്പോയില്ല. 2 പേര് ഡൗൺ, 2 പേര് ടിവിക്ക് 9 പ്ലേയേഴ്സ് ആണുള്ളത്. ഒരാൾ കത്തിപ്പോയി. 10 പ്ലേയേഴ്സ് എലയും. അതിലൊരാൾ കത്തിപ്പോയി. 2 പേര് T47 പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തുടക്കം T47 കിട്ടിയെങ്കിലും അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ളത് T47 സാധിച്ചില്ല. ടിവിയുടെ സൈഡിൽ നിന്ന് ഒരു മാസ്മരിക പ്ലേ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ചാടിയിട്ടുണ്ട്. മോബിനെ അടിക്കാൻ വേണ്ടി ഖാലിദ് ഈ ഒരു പൊസിഷൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഖാലിദിനെ പിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുഗ്രു ആ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഖാലിദിന്റെ പൊസിഷൻ നോൺ ആണ് ഇപ്പോൾ കറന്റ്ലി. മോബി അതിന്റെ മുകളിൽ കയറി ഖാലിദിന് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഖാലിദിന് നല്ലൊരു ടാഗ് ഇറങ്ങിയിട്ടുണ്ട്.
ഖാലിദ് ബാക്കിലോട്ട് ഫയറിംഗ് റേഞ്ചിന്റെ ബാക്കിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജുഗ്രു ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഖാലിദ് സോൺ ഔട്ടിലേക്ക് ഓടുകയാണ്. സോൺ ഔട്ടിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യാനാണ് അത് നല്ലൊരു ചോയ്സ് ആണ് ഖാലിദിന്റെ സൈഡിൽ നിന്നും. കാരണം അതുവഴി മാത്രമേ സേഫ് ആയിട്ട് ഖാലിദിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അകത്തോണ്ട് കയറ്റിയ കളി കിട്ടി. 20 FPS മോബി കുറച്ച് ഡേഞ്ചറസ് ആണ്. T47 1 2 3 4 5 പ്ലേയേഴ്സ് ലൈവ്. TVA 9 പ്ലേയേഴ്സ് ലൈവ്. ഫുൾ അഡ്വാൻറ്റേജ് TVA. 45% T47 ഇൻഫ്ലുവൻസ് അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 14 മിനിറ്റ് ബാക്കി. TVA ഇൻഫ്ലുവൻസ് അവരുടെ പേരിലാക്കിയിട്ട് ഒരു അഗ്രസീവ് പുഷിന് പോകേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഒരു വൈപ്പ് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ കത്തിയിട്ടുണ്ട്. ആണോ? T47 ഒരു പ്ലെയറും കൂടെ അവർക്ക് കത്തിപ്പോയെന്ന് തോന്നുന്നല്ലേ? ഇല്ലടാ, ഉണ്ടടാ. ടിവിയിൽ ഒരാൾ കൂടി കത്തി. 1 2 3 എനിക്ക് 14 അല്ലേ നമ്മൾ 8 പേരുണ്ട്. 8v4 ഉണ്ട്. 8 പേരെ കാണിക്കുന്നുണ്ട്. ഓക്കേ അഗൈൻ നമ്മൾ 8 പേരെ കാണിക്കുന്നുണ്ട്. നമ്മൾ 8 പേരുണ്ട്. ഈ കളി T47 നഷ്ടമാകുന്നതായിരിക്കും. അമ്മാര് 4 പേരും 4 പ്ലേയേഴ്സാണ് T47 ബാക്കി കറന്റ്ലി ഉള്ളത്. TVക്ക് 8 പ്ലേയേഴ്സ്. ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ല. 20% ഇവിടെ ഇല്ല ഒന്നും അപ്പാപ്പനില്ല. നല്ലതുണ്ടോ? 5 4 7 8 ഇല്ലേ? ഒരാൾ കത്തി. ഓക്കെ, ടിവിയെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. നീലകണ്ഠൻ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ജുഗ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഖാലിദ് ബാക്കിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ജോഡക്സ് ബോബി ഒരു പ്ലെയർ മാത്രമാണ് കറന്റ്ലി അവശേഷിക്കുന്നത് T47. ഒരേ ഒരു പ്ലെയർ മാത്രം. ഓക്കെ, ഇറ്റാച്ചി സോൺ ഔട്ടിലോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഇറ്റാച്ചി ഓക്കെ, നീലൻ മേളിൽ കയറി. ഡാൻസിംഗ് ബോബി ഡൗൺ. എല്ലാരോടും ഞാൻ പറഞ്ഞ കഴിച്ച് ഇന്നല്ലേ നാളെ അടിച്ചെടുത്ത് കയ്യിൽ ഞാൻ കൊണ്ട് തരുമെന്ന്. എന്താ ഇല്ലീഗൽ ലൈലപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞമാർക്കൊക്കെ എന്താ വിഷമം വന്ന നിനക്കൊക്കെ? നിനക്കൊക്കെ വിഷമം വന്ന നിനക്കൊക്കെ? അങ്ങനെ ഈ ടർഫ് ടിവിക്ക് കിട്ടിയിരിക്കുകയാണ്. 10 വരെ വെച്ച് കളിച്ച 10 വരെ വെച്ച് അത് 2 പേര് ആദ്യമേ തന്നെ പോയി. 8 പേരെ വെച്ച കളിച്ച 8 പേരെ. T47 ആരെങ്കിലും ഉണ്ടോന്നേ അവരോടൊക്കെ ചോദിച്ചു തരാം. അതുണ്ടെങ്കിൽ സ്പോണായി വരാൻ പറ. അവനോടത്തല്ല. കാലത്ത് മാത്രം വരുന്നുണ്ടോ? ഉണ്ടാക്കട്ടെ. കാലത്ത് PP അല്ല ഊത്ത് പോടാ കണ്ടി. ഇറങ്ങി അവന്റെ വണ്ടി ഇട്ട് അണ്ടിക്കകത്തോട്ട് കൊണ്ടുവരാൻ നിൽക്കുന്നവൻ. നീ നിന്റെ സാമാനത്തിലോട്ട് വളച്ചു വെച്ച് വണ്ടി ഇടിച്ചോണ്ടിരി. നിനക്കൊരു സുഖം കിട്ടും. പോടാ കുണ്ണേ. അവന്റെ കണ്ട പോലയാടികൾക്ക് വേണ്ടിട്ട് എന്റെ അടുത്ത് പറയല കളിയാ. എനിക്ക് കേൾക്കുന്നത് തന്നെ മയില് ദേഷ്യമാണ്. കണ്ട മൂറന്മാരുടെ അടുത്ത് വേണ്ടിട്ടോ നീ പറയരുത് എന്റെ അടുത്തത്. കുണ്ണ എനിക്ക് കണ്ണെടുത്ത കണ്ടോടാ. എനിക്ക് വിഷയങ്ങള് നമ്മള് നല്ല കളി കളിച്ചാ. അത് നമ്മളെ PO ഉണ്ടാവോ? നമ്മുടെ PO എന്താ അഡ്മിൻ പ്ലീസ് കം എന്ന് പറഞ്ഞു. അധികം പറയും. അധികം എനിക്ക് പറയണത് ഇമോട്ട് ഇട്ടെന്ന് പറഞ്ഞ കരഞ്ഞ് മെഴുകിയതാണ് അവനൊക്കെ. മനസ്സിലായ? കരഞ്ഞ് അത്ര ഉള്ളടാ. വെൽ ഫക്കിംഗ് പ്ലേഡ്. ഇനി സിറ്റിക്കകത്ത് കുണയ്ക്കാൻ വരും അമ്മാർ. അന്നേരം ബാക്കി കൂടെ കൊടുക്കാം നമുക്ക്. അമ്മാർക്ക് നല്ല ഇത് വരും. അന്നേരം സിറ്റിക്കകത്ത് വരും. ബാക്കി അന്നേരം നമുക്ക് കൊടുക്കാം. വൈസ് ഓഫ് ഫ്രസ്ട്രേറ്റഡ് കാണും. കാരണം എന്താ പറയട്ടെ, ഫ്രസ്ട്രേഷൻ ആയിട്ടൊക്കെ നിനക്ക് തോന്നും. കാരണം എന്ന് വെച്ചാൽ ചില ഗാങ്സുകളൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഒരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കളിച്ചു എന്നാണ് പറയണത്. നല്ല ട്രൈ ആയിരുന്നു എന്നൊക്കെയാണ് പറയണത്. ഒരു പിക്ക് കിട്ടിയാൽ പോലും. മനസ്സിലായോ? അടി കൊണ്ടതിന്റെ വിഷമം ഉണ്ടാവും. കുഴപ്പമില്ല. ചില്ലാവും. നീ ഫ്രസ്ട്രേറ്റഡ് ആവും. നീ ചില്ലാവും. എന്ത്
ഏയ് ഇതൊന്നും ബ്രാവോ ഇവിടെ പറഞ്ഞ എന്റെ അല്ലല്ലോ ബ്രാവോ നമ്മളോട് 2 പേര് കത്തിപ്പോയി ബ്രാവോ. അവരുടെയും പോയി കോച്ച്, അവരുടെയും 2 പേര് പോയി. ബ്രാവോ മുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് വന്നതിന് നന്ദി. ഇല്ലടാ റോളല്ലേ എനിക്ക് ആകാശത്ത് ഇൻഫ്ലുവൻസ് കൂടിയല്ലേ? അതാ പറയരുത് കേട്ടോ. ചുമ്മാ ചേർത്താ അത് ഗ്യാങ് റോൾ ഉണ്ടെങ്കിലേ കൂടുതൽ. ഞാൻ ഗ്യാങ് റോള് റിമൂവ് ചെയ്തേക്കുക. വൈ യു ട്രിഗറിങ് ചെയ്താൽ നീ എന്ത് ചെയ്യും? എന്നെ മൂക്കുകൾ കേറ്റുവോ? ഓടാക്കിക്കൊണ്ട് സ്കൂളിൽ പോ. ഞാൻ ഒരു കൂടി വെച്ചിട്ടില്ല. അയ്യോ ജുഗുറിന് എത്ര വീക്കാണോ? 4 വീക്കോ 5? ജുഗുരു എന്ത് കളി കളിച്ചടാ. അതല്ല മറ്റേ ടാക്സി ബിൽഡിങ്ങിലുള്ള അഗ്രഷൻ ആദ്യത്തത്. അയ്യോ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ 2 പേര് എങ്ങനെയാണ് അവിടെ വീണത്? അതെനിക്കറിയാം. എന്താടാ? അല്ല അവിടെ കുത്താൻ ആക്ച്വലി കൊടുത്തില്ല. ആ വണ്ടി എങ്ങനെ അവിടെ stop ആയത്? അത് പിറ്റേതാ വണ്ടി. അപ്പം ഇതായതാ. കൊഴപ്പില്ല, കളി കിട്ടിയില്ലേ? ഒരു ഗ്യാങ് അണ്ണാ സിറ്റി കയറാം പിയോ വേണ്ടിട്ട്, എന്നിട്ട് അവിടെ നിക്കാം. സിറ്റി ഉണ്ടാ? ഞാൻ കയറുവാ, നീ അവിടെ എത്തിയല്ലേ കള്ള? കളിയുടെ ഡ്രീമറെ ഞാൻ ഹീറ്റി പറഞ്ഞ ഇല്ലല്ല, ഞാൻ സിറ്റിയിൽ ഞാൻ മറ്റേ വാട്സാപ്പിലിട്ട് മണി ടർഫിന് നമ്മുടെ ആണേ കൂ എന്ന്. എടാ ഇവനെന്തോ പിരിവിരിപ്പാടാ. ഇന്നെ വന്ന് സിറ്റി വന്ന് ഒരു 10-15 പേര് അടിച്ചു കൊന്നിട്ട്. തമാശക്ക് ഇല്ല വേറെ ആരെയും ഞാൻ വേറെ ഡിഫോൾട്ടിനെ ഒന്നും പറഞ്ഞില്ല ഗൈസ്. വെൽ പ്ലേഡ് GG. ഞാൻ എനിക്ക് പറയാനുള്ള ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അത് വേറെ കണക്കാ, അത് വേറെ കാര്യമാണ്, മനസ്സിലായോ? അത് വേറെ കാര്യം. എനിക്കത് വന്നിരുന്ന് ഇത് പറയേണ്ട ആവശ്യമില്ല. അത് വേറെ കാര്യമാണ്. ഓരോ പിള്ളേർക്ക് ഇരുന്നേ ചട്ടി കൊട്ടി എന്നൊക്കെ ഇരുന്ന് മറ്റേ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കണ്ടംപൂരിക്ക് കൊടുത്താന്നങ്ങ് വിചാരിച്ചാൽ മതി നിങ്ങൾക്ക്. ഞാൻ എൻ്റെ T47 ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ നന്നായിട്ട് കളിച്ചു, ഇതാക്കി. എനിക്ക് പറയാനുള്ള ഒരാളുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഫ്രസ്ട്രേഷൻ ആയിട്ട് എന്തായിട്ട് വേണമെങ്കിലും തോന്നുക. എടാ PO ഉണ്ടോടാ? ഓഫ്ലൈൻ വിഷയമാരല്ല അല്ലേ? ഇതെല്ലാം കണ്ടന്റ് കണ്ടന്റുകളുണ്ട് ഇവിടെ. നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് വർഷങ്ങൾക്ക് ശേഷം അല്ല, നമ്മൾ ഓൾറെഡി അടിച്ചെടുത്താണ്. ഇമോട്ടേറ്റ് എന്ന് പറഞ്ഞ കരഞ്ഞാണ് അവന്മാർ ഈ ടർഫ് എടുത്തത് ഫസ്റ്റ്. സത്യം നമ്മുടെ ഓൾറെഡി കിട്ടിയതാണ്. കിട്ടിയ ടർഫായത്. അത് എന്ത് ലോജിക്ക് 70 പോയിന്റ് ഗെറ്റ് ലൈഫ് എന്നോ എന്തോ ആരോ എവിടെയോ പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് അത് ആരോ പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത് കേട്ടാ. സ്കൂളിൽ പോയിട്ടുള്ള ലിമിറ്റഡ് ടൈമിൽ ഉണ്ടാക്കുന്നല്ലോ, നമുക്ക് ഇതിനകത്തിരിക്കാൻ സമയമുണ്ടേ, നമ്മൾ കളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഈ T47 ആണ് തോറ്റെങ്കിലും കരച്ചിൽ കൂടുതൽ വേറെ ആൾക്കാർക്കാണ് എന്റെ ചാറ്റിൽ. കുഴപ്പമില്ല, കുഴപ്പമില്ല, വിഷമം ഉണ്ടാവും. നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു വിഷമമില്ലേ, ആ വിഷമം മാത്രമേ ഉള്ളൂ, മനസ്സിലാകും. കോച്ച് എന്താ ഇട്ടേ? ചന്ദ്രനും സിറ്റി കാണത്തില്ലടാ. അല്ലെ ഞാൻ ടർഫ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ് വർച്ചിട്ടിട്ടെ. എടാ ചന്ദ്ര കഴിവേറി. ചെയ്യാൻ പറ്റുമോ നമുക്ക് വേണ്ടിട്ട്? ഒരു ഗ്യാങ് ആണെങ്കിലോ KV ഒഴിച്ച് വേറെ ഒരു ഗ്യാങ് പറഞ്ഞില്ലല്ലോ. ഒരു ഒന്നും സീരിയൽ നമ്പർ 400 അല്ല 300 ഗണ്ണിന്റെ സീരിയൽ നമ്പർ എടുത്തു കൊടുക്കുക, എന്നാലേ കൺസൈൻമെന്റ് വിളിക്കാൻ പറ്റുള്ളൂ. 300 ഗണ്ണിന്റെ സീരിയൽ നമ്പർ 300 ഗണ്ണ് ആര് തന്നു നമുക്ക്? ഒരു കാര്യം ചെയ്യാ, ചാറ്റ് ജിപിടിയില് ഒരു ഗണ്ണിന്റെ സീരിയൽ നമ്പർ എടുത്തിട്ട് ഒരു ബാക്കി ഒരു റീസ്റ്റാർട്ടോ? ഇത് എന്തിന് അവരറിയുന്നുണ്ട്? ഇത് കേറി അപ്പൊ തന്നെ റീസ്റ്റാർട്ട് ആണോ? എടാ ബ്രാവോ, ഞാൻ ഒരു കാര്യം ചെയ്യൂടെ നിന്റെ അടുത്ത് ചോദിക്കാ. നമ്മൾ ഈ സിറ്റി കളിക്കുന്നതിന് നിനക്ക് വല്ല വിരോധമുണ്ട്? ഞാൻ കേറിയപ്പോ റീസ്റ്റാർട്ട്, ഡ്രീമർ കേറിയപ്പോ റീസ്റ്റാർട്ട്, ഈഗിള് കേറിയപ്പോ റീസ്റ്റാർട്ട്. ഇങ്ങനെയൊക്കെയാണോ ഒരു സിറ്റി ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെയാണോ ബ്രാവോ? വാർച്ചാറ്റ് എനിക്ക് കാണിക്കുന്നില്ല, ഇവന്റെ അത്ര എനിക്ക് കാണിക്കുന്നുള്ളൂ.
ഷെഡ്യൂൾഡ് മെയിൻറ്റെയിൻ നോട്ടീസ് ഇടാടാ റീസെറ്റ് ആയിട്ട് നമുക്ക് 47 ഇത് ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുന്നളിയാ ഇൻസ്റ്റാഗ്രാം നോക്കണേ. എന്താ ഇല്ല അവർക്ക് ഇതായി അവരെ തോൽവി സമ്മതിച്ച് 10 പേര് അല്ലയിരുന്നത് സഹിച്ചില്ല ഒട്ടും. 2 മിനിറ്റ് റീസ്റ്റാർട്ട്. ഇതൊക്കെ ചെയ്തു. ഈ മണി ടർഫിൽ എന്ത് കിട്ടും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ? സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, വേറെ രണ്ടിയും കിട്ടൂല അവിടെ നിന്ന്. അതല്ല ഗ്രൈൻഡിങ് എന്താന്ന് അതിന്റെ അകത്തുനിന്ന് 10-20 ടർഫ് കളിച്ചിട്ടല്ലേ എടുത്തേന്നു ബ്രോ. അത് അങ്ങനെ പറഞ്ഞ് കളിയാക്കണമെങ്കിൽ തിരിച്ച് ബ്രോ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്യാങ് അറ്റ്ലീസ്റ്റ് തല്ല് കൊള്ളാതെ ഒരു മിനിമം ഒരു 2-3-4 പേരെങ്കിലും അടിച്ചിട്ടുണ്ടേ ഒരു ടർഫ് എന്ന് പറഞ്ഞ് വരുമ്പോ എന്ന് വെച്ചാൽ അങ്ങനെങ്കിലും ചെയ്യുന്ന ഒരു സമയത്ത് വന്ന് കമന്റ് ഇടും. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ കേൾക്കാം. ഓക്കെ നൈസ് ഫൈറ്റ്. നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പൊ ഇത് അടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ F4 ഈ എന്താ വോക്കിംഗ് സ്റ്റൈല് മാറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ വട്ടം നമ്മുടെ ഇത് എടുത്തോണ്ട് പോയൊരു സാധനമാണ്. അത് ഞങ്ങൾ തിരിച്ച് കരയാനും ഞങ്ങൾ മറ്റേ മെസ്സ് പറയാനും ഒന്നും പോവാതെ അടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് സംസാരിക്കുന്നത്. എന്ത് എത്തിക്സ് ഉണ്ടായിട്ടാണ് സംസാരിച്ചത്? വാക്കിംഗ് സ്റ്റൈൽ മാറ്റി ഗൺ പവർ വെച്ച് ജയിച്ച ഒരു കളി വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞിട്ട് അത് ഒരാളല്ലേടാ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയത്? അത് ഒറ്റ ഒരാളല്ലേ നമ്മുടെ കൂട്ടത്തില്? ഒരാളോ രണ്ട്? അതൊക്കെ ആക്ച്വലി ഇൻ ഗെയിമിലുള്ള കാര്യം തന്നെയായിരുന്നു. അത് ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രീവാർ ജയിച്ചെന്ന് ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ സിറ്റിയിൽ യൂസ് ചെയ്യാത്ത സാധനം അടിച്ചിട്ടുള്ളതിന്റെ POV ആ വാറിന്റെ അഡ്മിൻ സ്പെക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇവിടെ മെത്ത ഓൾറെഡി എന്താ സിറ്റിക്കകത്ത് യൂസ് ചെയ്യാത്ത സാധനമാണ്. മെത്ത അടിച്ചിട്ട് മറ്റേ വണ്ടിക്കകത്ത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മെത്ത അടിച്ചിറങ്ങിയത് വരെ POV അഡ്മിൻ POVയിലുണ്ട്. കാണാത്തൊരു ജസ്റ്റ് ഒന്ന് ഇത്ര സൂക്ഷിച്ച് ചെകണ്ടി പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പറയാം. ഇവിടെ നമുക്ക് പരാതിയൊന്നുമില്ല. ചെകഞ്ഞ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. നമ്മുടെ പഴയ ട്രഫിന്റെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് എത്ര വട്ടം അടിച്ചില്ല? 4 വട്ടോ 4ാമത്തെ വട്ടോ. അതിലൊരെണ്ണം നമ്മൾ ജയിച്ചായിരുന്നു. അത് ഇതായതാ നമ്മൾ എത്ര 4ാമത്തെ വട്ടം ഞങ്ങൾ അടിച്ചെടുത്ത്. അല്ലാതെ ഞങ്ങൾ വല്ലവനും വേണ്ടി സംസാരിക്കാനല്ല, ഞാൻ എൻ്റെ ടീമിന്റെ അച്ചീവ്മെന്റിനെ പറ്റി സംസാരിക്കുന്നു. ജയിക്കുമ്പോ നമ്മൾ രണ്ട് പറയും എന്തായാലും. പറയുമല്ലോ അതിപ്പോ എന്തിനാണ് പ്രശ്നം? വിഷമമായോടാ തക്കടു. ഇരുന്ന് മോങ്ങടാ, ഇരുന്ന് മോങ്ങ്. കണ്ടന്റ് ഇറങ്ങും കളയും നമ്മള്. അയ്യോ